എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ സെക്കൻഡ് ട്രാൻസ്ഫറിന്റെ റിസൾട്ട് വന്നു. ഞാനൊരു ട്രാവലിങ്ങിലായിരുന്നു. അപ്പം വന്ന് കയറിയപ്പോൾ കണ്ടത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ട്രാൻസ്ഫറിന്റെ റിസൾട്ടാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മുടെ HSCAP കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൂടാണ്ട് കുറെ പ്രശ്നങ്ങൾ പല വിദ്യാർത്ഥികൾക്കും വന്നിട്ടുണ്ട്. ട്രാൻസ്ഫറിന്റെ റിസൾട്ട് വന്നപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അവരുടെ അലോട്ട്മെന്റ് ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ പലതരം ഇഷ്യൂസുകളുണ്ട്. അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കുലർ പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒഫീഷ്യൽ സർക്കുലറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിരുന്നത് ഏകദേശം 20,000-ഓളം വരുന്ന വിദ്യാർത്ഥികളായിരുന്നു. പക്ഷെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തത് 19,000-ലധികം വരുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ട്രാൻസ്ഫറിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് 7,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ സെക്കൻഡ് ട്രാൻസ്ഫർ, അതായത് ഒരു ജില്ലയ്ക്കകത്ത് സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറും ലഭിച്ചിട്ടുള്ളൂ. 19,000 വരുന്ന വിദ്യാർത്ഥികളിൽ 7,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ നിലവിലെ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി സീറ്റുകളൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആ സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി 30,000-ഓളം വരുന്ന സീറ്റുകളാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ 7,000-ഓളം വരുന്ന സീറ്റുകളാണ് ഇപ്പോൾ ട്രാൻസ്ഫറിലൂടെ മാറിയിട്ടുള്ളത്. എന്നാലും ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നല്ലോ. അപ്പോൾ ആ 30,000 സീറ്റുകൾ എന്തായാലും അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അത് സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സർക്കുലർ പ്രകാരം എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഒഫീഷ്യൽ റൂൾസുകൾ പറഞ്ഞുതരാം. അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ട്രാൻസ്ഫറിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ പ്രകാരം അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത് ഓഗസ്റ്റ് 10 രാവിലെ 11 മണി മുതലാണ്. ആൻഡ് ഓഗസ്റ്റ് 11 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനുള്ള ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിച്ച സ്കൂളിലേക്ക് നിർബന്ധമായിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ പോയി പഴയ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം മേടിച്ച് ഫീസും വാങ്ങിച്ച് നിങ്ങൾ പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇങ്ങനെ അഡ്മിഷൻ എടുക്കാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി കഴിയും, അല്ലാതെ ഗവൺമെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളിലൊന്നും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണെന്ന് നോക്കുക. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വാങ്ങിച്ച് പുതിയ സ്കൂളിലേക്ക് പോയി അഡ്മിഷന് വേണ്ടിയിട്ട് പോവുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇപ്പൊ നമുക്ക് അലോട്ട്മെന്റിൽ മാറ്റം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു ജില്ലയ്ക്കകത്ത് ഒരു സ്കൂളിൽ തന്നെ ആ സ്കൂളിൽ ഒരു കോമ്പിനേഷനിൽ നിന്ന് മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുത്ത് പ്രിൻസിപ്പൾ കൃത്യമായിട്ട് ആ ഒരു കോമ്പിനേഷൻ മാറ്റത്തിന് കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക്, ഒരു ജില്ലയ്ക്കകത്ത് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കുള്ള ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഇവരെല്ലാവരും അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുക. അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തരും. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് മാറ്റം ലഭിച്ചു, ഒരു ജില്ലയിൽ നിന്ന് മാറ്റം ലഭിച്ചു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ നിന്ന് മേടിക്കേണ്ട രേഖകൾ എന്താണ്? പ്രധാനമായിട്ടും നമ്മൾ TC മേടിക്കണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഈ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും പുതിയ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ TC നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ സ്കൂൾ അഡ്മിൻ യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ TC ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പുതിയ TC ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ TC വേണം നിങ്ങൾ പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചില വിദ്യാർത്ഥികളുടെ കയ്യിൽ ഓൾറെഡി കിട്ടിയിട്ടുള്ള TCയുടെ കോപ്പിയും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പഴയ സ്കൂളിലേക്ക് പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ടും മടിയും കൊണ്ട് പല വിദ്യാർത്ഥികളും അത് ചെയ്യാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ TCയും പുതിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. പഴയ TC അവിടെ ഉപകാരപ്പെടുന്നതല്ല. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. പഴയ സ്കൂളിൽ ചെന്ന് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വേണം പുതിയ സ്കൂളിലേക്ക് പോകാം.
ഓക്കെ. ഇനി പൊതുവേ നമുക്ക് 4 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് സ്കൂളിൽ നിന്ന് ഓഗസ്റ്റ് 11 5 മണിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ടൈം കഴിഞ്ഞു പോയാൽ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ ചെയ്യുക. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളുകാർ ഇത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യണം. അത് അത് കൃത്യമായിട്ട് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ 4 മണി വരെയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം, 5 മണി വരെയാണ് ഈ സ്കൂളുകാർക്ക് ഇത് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഓരോ അഡ്മിഷൻ നടക്കുമ്പോൾ അതനുസരിച്ച് സ്കൂളുകാർ ഇത് അലോട്ട് ചെയ്തിങ്ങനെ പോവാണ്. ഗവൺമെന്റിന്റെ സൈറ്റിലും അവരിത് ആഡ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ലേറ്റ് ആവാതെ കൃത്യമായിട്ട് ചെല്ലുക. സ്കൂളുകാർക്ക് 5 മണി വരെയാണ് ഈ ടൈം കൊടുത്തിരിക്കുന്നത്. ഇനി ഒഫീഷ്യൽ സർക്കുലറിൽ ഓരോ സെക്ഷനും എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ് ലഭിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കും. ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്നു, അവിടെ നിങ്ങൾക്ക് മറ്റൊരു കോമ്പിനേഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഒരു അധിക ഫീസ് കാണും. ആ അധിക ഫീസ് ആയിരിക്കും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. എങ്ങനെയാണ് ഒരു സ്കൂളിനുള്ളിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഇനി ഒരേ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ അധിക ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസുകളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇവർ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സ്കൂളിലെ PTA ഫണ്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് ആ സ്കൂളിൽ ചെല്ലുമ്പോഴേ അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ പഴയ സ്കൂളിൽ നിന്ന് നമ്മൾ PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും നമുക്ക് തിരികെ ലഭിക്കും. അത് മേടിച്ചിട്ട് പുതിയ സ്കൂളിൽ ചെന്ന് അവിടുത്തെ PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും അടയ്ക്കുക. അല്ലാതെ അധിക ഫീസൊന്നും അടയ്ക്കേണ്ട കാര്യം മറ്റൊരു സ്കൂളിൽ സെയിം കോമ്പിനേഷന് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വരില്ല. ഇനി പുതിയ സ്കൂളിൽ പുതിയ കോമ്പിനേഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ്. അപ്പോൾ പുതിയ സ്കൂളിൽ പുതിയ കോമ്പിനേഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ സ്കൂളിലെ കോമ്പിനേഷൻ മാറ്റവുമായി ബന്ധപ്പെട്ട അധിക ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത് കൂടാണ്ട് കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് പുതിയ സ്കൂളിൽ പുതിയ കോമ്പിനേഷനിൽ മാറ്റം വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അധിക ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ മറ്റൊരു കോമ്പിനേഷനിൽ മാറുമ്പോൾ ഉണ്ടാവുന്ന ഫീസാണ് ഈ അധിക ഫീസ് എന്ന് പറയുന്നത്. അത് നോർമലി ചെറിയൊരു ഫീസ് മാത്രമേ വരൂ. പിന്നെ PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും അറിയാലോ, പഴയ സ്കൂളിൽ നമ്മൾ മേടിച്ചിട്ടാണ് പുതിയ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന്റെ കേസിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെയും വരുന്നത്. ഓക്കെ. ഇനി കൃത്യമായിട്ട് നമ്മുടെ സർക്കുലറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് അധിക ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഗവൺമെന്റിൽ കൊടുക്കുന്ന ഫീസും കാര്യങ്ങളും നമ്മൾ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഴയ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്തുള്ള ഒരു റെസീപ്റ്റും കാര്യങ്ങളും ഉണ്ട്. ഈ റെസീപ്റ്റും കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ട് പുതിയ സ്കൂളിൽ അത് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. സോ അതിന് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അഡ്മിഷൻ സമയത്ത് ഇതെല്ലാം ഹാജരാക്കണം. അത് നമ്മുടെ സർക്കുലറിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പഴയ സ്കൂളിൽ നിങ്ങൾ അടച്ച ഫീസിന്റെ റെസിപ്റ്റ്, അതായത് ഗവൺമെന്റിൽ ഫീസ് അടയ്ക്കുന്നുണ്ടല്ലോ, അതിന്റെ റെസിപ്റ്റ് കാണിക്കണം. അത് കാരണം നമ്മൾ അവിടെ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ അടയ്ക്കുന്നത് നമ്മുടെ അധിക ഫീസും PTA ഫണ്ടും മറ്റേത് മാത്രമാണ്, കോഷൻ ഡിപ്പോസിറ്റ് മാത്രമാണ്. ഗവൺമെന്റിൽ അടയ്ക്കേണ്ട ഫീസ് നമ്മൾ അടയ്ക്കുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്റ്റ് കാണിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ സമയത്തെ രേഖകളെ പറ്റിയിട്ടും അഡ്മിഷൻ സമയത്തെ ഫീസുകളെ പറ്റിയിട്ടും എല്ലാവർക്കും കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എടാ മക്കളെ, ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് പഴയ സ്കൂൾ, അതായത് ഓൾറെഡി എവിടെയാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയത് അവിടുത്തെ അലോട്ട്മെന്റ് ലെറ്റർ ആണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ സ്കൂൾ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ട്. അവർക്കൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ സ്കൂളിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ഒക്കെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റിസൾട്ടിൽ നമുക്ക് പുതിയ സ്കൂളിലേക്ക് അലോട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ നമ്മൾ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് പഴയ സ്കൂളിലെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ വിദ്യാർത്ഥികളിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് ആദ്യം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക്
കാണാൻ വേണ്ടി കഴിയും അല്ലെ, അലോട്ട്മെന്റ് ലഭിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ പഴയ സ്കൂളിലേക്ക് പോവുക, പഴയ സ്കൂളിൽ ചെന്നിട്ട് നിങ്ങളുടെ കാര്യം അവതരിപ്പിക്കുക. ഇങ്ങനെയാണ് പ്രശ്നം. നമുക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ എടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അലോട്ട്മെന്റ് ലെറ്റർ എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ ഈ പ്രശ്നം അവർ അവതരിപ്പിക്കുക. ഗവൺമെന്റിലെ സ്കൂളുകാർക്ക് കൃത്യമായിട്ട് ഇവർക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കഴിയും. നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും അവിടെ ഓൾറെഡി നിങ്ങളുടെ പേരുണ്ട്. ഓക്കെ, അപ്പം അലോട്ട്മെന്റ് ലെറ്റർ ലഭിച്ചില്ല എന്നതിന് പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഉള്ള എല്ലാ സൊല്യൂഷൻസും നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ പേരിൽ ആരും ടെൻഷൻ അടിച്ച് വിഷമിക്കേണ്ട. ഓക്കെ, പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ശക്തമായിട്ടുള്ള മഴ നടക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. ഇപ്പൊ ഈ മഴ നടക്കുന്ന സമയത്ത് തിങ്കളും ചൊവ്വയൊക്കെ അവധിയാണെങ്കിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അതിന് കൃത്യമായിട്ടൊരു മറുപടി തന്നിട്ടുണ്ട്. പ്രാദേശിക അവധിയാണെങ്കിൽ കൂടി, അതായത് മഴ അവധിയോ എന്തെങ്കിലും പ്രാദേശികമായിട്ടുള്ള അവധിയോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ തിങ്കളും ചൊവ്വയും അവധിയാണെങ്കിൽ കൂടി നിങ്ങൾ സ്കൂളിൽ നിർബന്ധമായി പോകണം. മഴ എന്നതിന്റെ പേരിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. എന്തെങ്കിലും ലേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ അത് കൃത്യമായിട്ട് ബാധിക്കുന്നതാണ്. സോ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുക. മഴ അവധിയാണെങ്കിലും നിങ്ങളുടെ സ്കൂൾ ഓപ്പൺ ആയിരിക്കും. അഡ്മിഷൻ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഓപ്പൺ ആയിരിക്കും. അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയും ചെയ്യും. പുതിയ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ PTF ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും അവിടെ അടയ്ക്കണം. അവിടുത്തെ യൂണിഫോമിന്റെ ഫീസും കൂടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടല്ലോ, സെക്കൻഡ് ട്രാൻസ്ഫറിന് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ ഇനി ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷെ സീറ്റ് വേക്കൻ്റ് ആണ്. അതിൽ സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ സ്പോട്ട് അഡ്മിഷനിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളിലെ അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കില്ല. ഇപ്പോൾ സ്പോട്ട് അഡ്മിഷന്റെ ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ടില്ല, പക്ഷെ റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ഇതനുസരിച്ചിട്ട് സ്പോട്ട് അഡ്മിഷനിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയുക. കൃത്യമായിട്ട് നമുക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കണ്ട് അഡ്മിഷൻ കാര്യത്തിൽ യാതൊരു ഡൗട്ട്സും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.